വയനാട്ടിൽ കോൺഗ്രസ് നേതാവിന് വധഭീഷണി. സുൽത്താൻ ബത്തേരി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി രാജേഷ് നമ്പിച്ചാൻകുടിക്കാണ് സന്ദേശം ലഭിച്ചത്. കോൺഗ്രസ് നേതാവ് ഗഫൂർ പടപ്പച്ചാലിലാണ് ഭീഷണി സന്ദേശം അയച്ചത് എന്നാണ് ഇപ്പോൾ പരാതി ഉയരുന്നത്. നീ ശ്രീചേട്ടനോടൊക്കെ എന്തൊക്കെ റോങ് ആയിന്ന് പറയുന്നത് കേട്ടു. അതൊക്കെ സ്വാഭാവികമൊക്കെ പോട്ടെ. പക്ഷെ ശ്രീചേട്ടനൊക്കെ തൊട്ടാണ്ടല്ലോ കൈ ഞങ്ങള് വെട്ടും. അതായത് ഞങ്ങള് 3-ാം ഗ്രൂപ്പാണ്. ഞങ്ങള് ഒരു കോൺഗ്രസ്സുകാരനെ തല്ലരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ ശ്രീചേട്ടനൊക്കെ തൊട്ടീനുണ്ടല്ലോ ഞങ്ങൾ വീട്ടിൽ കയറി കുത്തും. അതിലൊന്നൊരു സംശയം വേണ്ട. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലൊക്കെ ശ്രീചേട്ടനൊക്കെ തൊട്ടാണ്ടല്ലോ ആ കൈ ഞങ്ങൾ വെട്ടും. അതിപ്പോൾ ചെന്നിത്തലേൻ്റെ ആളായാലും ശരി, ഐസിൻ്റെ ആളായാലും ശരി, ഗ്രൂപ്പിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. രാജേഷ് നമ്പിച്ചാൻകുടിയല്ല, ഇനിയിപ്പോൾ MLA ആയിരുന്നാലും ശരി, നമ്മൾ അടിക്കും. വാട്സപ്പ് വോയിസ് മെസ്സേജിലൂടെയാണ് ഭയങ്കരമായിട്ട് ഭീഷണി, ബോംബെറിഞ്ഞ് കൊല്ലും, വടിവാൾ വെച്ച് ആക്രമിക്കും എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് വോയിസ് മെസ്സേജും അതുപോലെ തന്നെ ടൈപ്പ് മെസ്സേജൊക്കെ ഇട്ടിട്ടുണ്ട്. ഗഫൂർ പടപ്പ് എന്ന് പറഞ്ഞ ആളാണ് എന്നെ ബത്തേരിയിൽ നിന്ന് എൻ്റെ വോയിസിലിട്ടത്. ശ്രീജി ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തിയോട് കളിച്ചാൽ നിന്നെ അങ്ങനെ ആക്കും, ഇങ്ങനെ ആക്കും, വെട്ടും, കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ശ്രീജി ജോസഫ് ഞാനും തമ്മിൽ സംഘടനാപരമായ ചെറിയൊരു തർക്കമുണ്ടായിരുന്നു. ആ തർക്കം ഞങ്ങൾ പരിഹരിച്ചു, പറഞ്ഞു വേറെ വിഷയങ്ങളിലേക്കും പോയില്ല. KPCC പ്രസിഡന്റിനും അതുപോലെ തന്നെ DCC പ്രസിഡന്റ് അങ്ങനെയുള്ള ആളുകൾക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ബത്തേരി DSPക്കും പരാതി കൊടുത്തിട്ടുണ്ട്. വയനാട്ടിൽ നിന്ന് സമീർ സി മുഹമ്മദ് ചേരുന്നു. സമീർ, ഇപ്പം ഭീഷണിയൊക്കെ അങ്ങ് ഓഡിയോ വഴി അയച്ചു കൊടുക്കല്ലേ ആളുകൾ? പറയൂ. വയനാട്ടിലെ കോൺഗ്രസിൽ ഗ്രൂപ്പ് പോലെ രൂക്ഷമാണ്. അതിന്റെ ബാക്കിപത്രമാണ് ഇപ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന ഈ സംഭവങ്ങളെല്ലാം തന്നെ. A ഗ്രൂപ്പിനും I ഗ്രൂപ്പിനുമൊപ്പം 3-ാം ഗ്രൂപ്പായിട്ടുള്ള KC ഗ്രൂപ്പും ശക്തമാണ്. ഈ KC ഗ്രൂപ്പിന്റെ അംഗമായിട്ടുള്ള ഗഫൂറാണ് ഈ ഭീഷണി സന്ദേശം അയച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തല ഗ്രൂപ്പിന്റെ ഭാഗം. ഒപ്പം തന്നെ IC ബാലകൃഷ്ണൻ MLA-ക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ് രാജേഷിനാണ് ഇത്തരത്തിലൊരു ഭീഷണി വന്നിരിക്കുന്നത്. നേരത്തെ രാജേഷും അതുപോലെ തന്നെ അർബൻ ബാങ്കിന്റെ ഡയറക്ടർ അംഗമായിട്ടുള്ള ശ്രീജി ജോസഫും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് പിന്നീട് പാർട്ടി ഇടപെട്ടുകൊണ്ട് തന്നെ ആ വിഷയം പരിഹരിച്ചതുമാണ്. പക്ഷേ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗഫൂർ രാജേഷിനെ കൊല്ലും എന്നുൾപ്പെടെയുള്ള ഭീഷണി മുഴക്കുന്നത്. വീട്ടിൽ കയറി കുത്തും, കൊല്ലും, വടിവാളുണ്ട്, അതുപോലെ ആയുധങ്ങളുണ്ട്, തോക്കുൾപ്പെടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭീഷണിപ്പെടുത്തുന്നത്. ഇത് തുടർച്ചയായിക്കൊണ്ട് ഇത്തരത്തിൽ ഭീഷണി വന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ KPCC ഭാരവാഹികൾക്കും അതുപോലെ തന്നെ DCC ഭാരവാഹിക്കുമൊക്കെ രാജേഷ് പരാതി നൽകിയിട്ടുണ്ട്. കൂടാതെ മാനന്തവാടി DYSPക്കും പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളും വിഷയത്തിൽ പറയുന്നത്. SKN.